നമ്മളിപ്പം നോക്കാൻ പോകുന്നത് ക്ലിക്കപ്പ് എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഹൗ ടു ചൂസ് എ പ്രൊഡക്ടിവിറ്റി ടൂള്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഈ ആപ്പ് എന്തിനു യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. സോ ഇത് കുറച്ചുകൂടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്, ബട്ട് ഇതിൽ തന്നെ നോളജ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ഇമേജ് ഇറ്റ് സെൽഫ്, ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക് ഉണ്ട്, ടോക്സ് ഉണ്ട്, മീറ്റിംഗ് നോട്ട്സ്, മീറ്റിംഗ് നോട്ട്സുകളൊക്കെ വെച്ചിട്ടുള്ള, അതേപോലെ പല രീതിയിലുള്ള വ്യൂസ്, ബോർഡ് വ്യൂ, കലണ്ടർ വ്യൂ, അതായത് ട്രെല്ലോയെ റീപ്ലേസ് ചെയ്യാനുള്ളതും, ജിറ, monday.com അങ്ങനെയുള്ള കുറേ ആപ്പുകൾ റീപ്ലേസ് ചെയ്യാനുള്ളതും. സോ ഈവൻ ഇഫ് യു ലുക്ക് അറ്റ് മൈൻഡ് മാപ്പ് കൂടി നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാറുണ്ട്. ഇറ്റ്സ് എ വൈറ്റ് ബോർഡ്. സോ ലെറ്റ്സ് ഗോ ടു ദ പ്രൈസിങ് ആൻഡ് ലെറ്റ്സ് സീ. നമ്മുടെ യൂസേജിനൊക്കെ ഫ്രീ ഓപ്ഷൻസ് തന്നെ ധാരാളമാണ്. ചില ഫീച്ചേഴ്സ് ആണെങ്കിൽ വി നീഡ് ടു പേ. ലെറ്റ്സ് ഗോ ടു ദ ക്യാൻവാസ്. സോ ഞാനിത് കുറച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ബോർഡ് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഹൈറാർക്കിൽസ് ഇതാണ്. സോ ഇറ്റ് ഹാസ് എ സ്പേസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിനൊരു സ്പേസ് ഉണ്ട്. സ്പേസിനുള്ളിൽ ഫോൾഡേഴ്സ് വരും. ഫോൾഡേഴ്സിനുള്ളിൽ ലിസ്റ്റ് വരും. വാട്ട് എവർ ദ ലിസ്റ്റ് യു നീഡ് ടു പോട്ട്. സോ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സ്പേസ് വൺ ഗോ ഫോർ എ ഡ്രൈവ് എന്നുള്ള സ്പേസിൽ ഉള്ളിൽ തന്നെയാണ് കൺസെപ്റ്റ് ഫോൾഡർ ഉണ്ട്, മാർക്കറ്റ് വാലിഡേഷൻ ഉണ്ട്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അതിനുള്ളിൽ ഞാൻ പല രീതിയിലുള്ള കൺസെപ്റ്റ് വാലിഡേഷൻ, പ്രോഡക്റ്റ് ഫിറ്റ്, മീറ്റിംഗ് നോട്ട്സ്, അങ്ങനെ പലതും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഇതിൻ്റെ ഒരു നല്ല പ്രറ്റി മച്ച് ഓർഗനൈസ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഫീച്ചറാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ കൺസെപ്റ്റ് വാലിഡേഷൻ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ലിസ്റ്റായിട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ടാസ്കുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീറ്റർ അല്ല, അനാലിസിസ്, OBD സ്കാനർ, ഒരു ലീവ് ഇറ്റ്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. ഒരു അസൈനീസ് ഉണ്ട്, ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ട്, പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ടാസ്ക്. ഇതെന്ന് പറയുന്നത് ചില ടാസ്ക് റിവ്യൂ ചെയ്യണം, ചില ടാസ്ക് ഇൻ പ്രോസസ്സിലാണ് ഓപ്പൺ ആണ്. ഇത് ലിസ്റ്റ് വ്യൂ ആണ്, ബട്ട് യു ക്യാൻ ഗോ ഫോർ അനദർ വ്യൂ. അതെന്ന് പറയുന്നത് കാൻവാൻ. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പം സ്പേസ് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് അവേ ഇതിലേക്ക് വരണമെന്നില്ല, ഫോൾഡറിലേക്ക് വരണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വ്യൂ ആണെങ്കിൽ ഇടാം. പക്ഷേ ഈ ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം പല രീതിയിലുള്ള വ്യൂ ഉണ്ട്. ലിസ്റ്റ് വ്യൂ ഇടാം, കലണ്ടർ വ്യൂ ഇടാം, ബോർഡ് വ്യൂ ഇടാം, ഗാൺ ചാർട്ടിൽ കാണണമെങ്കിൽ അങ്ങനെ ഇടാം. സോ അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കോൺസെപ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു ഗാൺ ചാർട്ട് ഇടാം, അങ്ങോട്ട് ടോട്ടൽ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. സോ ഞാനിപ്പം ഈ വർക്കുകൾ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഡ്യൂ ഡേറ്റും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഗാൺ ചാർട്ടും കിട്ടും, അതുപോലെ കലണ്ടർ വ്യൂ നമുക്ക് കിട്ടും. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ വ്യൂസ് ആണ്. മൈൻഡ് മാപ്പ് വ്യൂ ഉണ്ട്. സോ എന്താണ് നമുക്ക് വേണ്ടത്, ബിക്കോസ് നമ്മൾ ഡേറ്റ, നമ്മൾ ടാസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പല രീതിയിലാണ് അത് വിഷ്വലൈസ് ചെയ്യുന്നത്. ചില ഡേറ്റ ലിസ്റ്റ് ഈസ് ഗുഡ്, ചില ഡേറ്റയ്ക്ക് കാൻവാൻ ബോർഡ് തന്നെ വേണം, എസ്പെഷ്യലി ടു ഡു ഇൻ പ്രോഗ്രസ് റിവ്യൂ. ഈ ഒരു ഫ്ലോ ആണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് വ്യൂ. സോ ഞാനിത് ഡിഫാൾട്ട് വ്യൂ ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ വ്യൂസ് നിങ്ങൾ ഓരോ ലിസ്റ്റിനകത്തും ഉണ്ടാക്കാൻ പറ്റും. സോ പിന്നെ അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡോക്സ്. സോ ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നോഷന് തുല്യമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ലുക്ക് അറ്റ്. Okay, it's almost looks like a OneNote or a Notion page. Honestly saying, Notion page relationship പോലും നമുക്ക് ആഡ് ചെയ്യാം, OneNote to another note. ഇപ്പം എല്ലാ ഫ്ലോയും ഒരേപോലെ ആണെന്ന്, എല്ലാ വർക്ക് ഫ്ലോയും ഒരേപോലെ ആവണമെന്നില്ല. സോ സംടൈംസ് നമുക്കെന്ന് പറയുന്നത് ഇത് മീറ്റിംഗ് ആയിരിക്കത്തില്ല, നമുക്ക് പുതിയൊരു ഐഡിയ ആണ്, ഒരു കണ്ടന്റ് ബേസ്ഡ് ഐഡിയ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാം. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയാസ് കുറിച്ചിട്ടല്ലെന്നായിരിക്കും അത് ടാസ്കിനെ പറ്റിക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഡോക്സ് വ്യൂവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ലാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഏത് രീതിയിലുള്ള ഡേറ്റ ആണ്, ലിസ്റ്റ് വ്യൂവിലാണോ, ബുള്ളറ്റിലാണോ, ടേബിളിലാണോ വേണ്ടത്, സോ ടോഗിൾ ലിസ്റ്റിലാണോ, അങ്ങനെ എങ്ങനെ. ഇപ്പം നമുക്ക് ഒരു ഹെഡിങ് വ്യൂ ആണ് വേണ്ടത്, ഹെഡിങ് 1. ഇപ്പോൾ ടോഗിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടോഗിൾ ഒരു നല്ലൊരു ഫീച്ചറാണ്. ഒരുപാട് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ടോഗിൾ ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് നോഷൻ പോലെ തന്നെയാണ്, നോഷനെ കോപ്പി ചെയ്യുന്ന തന്നെ എനിക്ക് തോന്നുന്നത്. സോ ഇത് വേറെ ഏതെങ്കിലും പേജുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതായത് നോട്ടിനെ ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാരുള്ളപ്പോൾ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ
പ്രെറ്റി മച്ച് ഒരു നോളജ് ബേസ് ചെയ്തിട്ടുള്ള ആ ആപ്പിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോളജ് ബേസ് ആയിട്ടുള്ള എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നുള്ളത് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ന്യൂ സ്പേസ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു ന്യൂ സ്പേസ് ഇപ്പം എൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഞാനൊന്നും ചെയ്തില്ല. ഐ വിൽ ജസ്റ്റ് ക്രിയേറ്റ് എ ലിസ്റ്റ്. ഓക്കെ, നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു ഡോക്സ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ്. സോ അതാണ് ഒരു സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പല രീതിയിലുള്ള സ്പേസുകൾ, അതിനെ ടാസ്ക് ലിസ്റ്റും അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ. സോ ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ അസൈൻ ദ പീപ്പിൾ. ഒരു 3-4 പേരൊക്കെയുള്ള 5 പേരൊക്കെയുള്ള ഒരു ടീം എന്ന് പറയുന്നത് ദിസ് ഇസ് വെരി ഗുഡ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതും പ്രിറ്റി മച്ച് ട്രെല്ലോയുടെ ഒരു എൻവയോൺമെൻറ്റ് പോലെ തന്നെ ഇത് ചെയ്യാം. ഈ കാർഡിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷമാണെങ്കിൽ ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആഡ് ചെയ്യാൻ പറ്റും, ഇത് ഫ്ലാഗ് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഓപ്പൺ ആണോ, ഇൻ പ്രോഗ്രസ് ആണോ, റിവ്യൂ ആണോ. ഇത് നമുക്ക് തന്നെയല്ല, നമുക്ക് ടാഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ടാഗ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഇതിനകത്ത്. ടാസ്കിൽ നിന്നും അടുത്ത ടാസ്ക് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, അതായത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ടാസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യാം. സോ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഗാഞ്ചായിട്ട് പ്രോപ്പർലായിട്ട് വരാൻ പറ്റുന്ന ഡ്യൂ ഡേറ്റ്സും ഡിപ്പെൻഡൻസിയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഫുൾ ഹിസ്റ്ററി ഇവിടെ കിട്ടും. ഏത് ടാഗിലാണ് ഞാൻ ഐഡിയേഷൻ്റെ ഫേസിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ടാഗ് ആഡ് ചെയ്യുന്നതാണ്, ഡ്യൂ ഡേറ്റ് ആഡ് ചെയ്യുന്നത്. സോ സിംപ്ലി ഒരു ടാസ്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചാൽ, ടാസ്ക് യു ആഡ് ഇറ്റ് ഓർ യു ഗോ ടു ദിസ് ലിസ്റ്റ്, എവിടെയാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇതുകൊണ്ട് അതിനുശേഷം ഞാൻ ക്യാൻബാൻ വ്യൂ ആണ് എനിക്കിഷ്ടം, അങ്ങനെ പറയാം. ഇപ്പം ചിലർക്ക് ലിസ്റ്റ് വ്യൂ ഇഷ്ടമാണുള്ളവർക്ക് ലിസ്റ്റ് വ്യൂയിൽ പോകാം. ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടർ വ്യൂസിൽ പോകും. ഓക്കെ, നമ്മുടെ വ്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും വ്യൂ കാണുന്നില്ല. അപ്പം നമ്മുടെ വ്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ ആഡ് ചെയ്യാൻ പറ്റും. അല്ല, ഈ സ്പേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ്, ബോർഡ്, കലണ്ടർ, ഈ 3 വ്യൂ ഉള്ളൂ. ദാറ്റ് ഈസ് എ ഡിഫോൾട്ട് വ്യൂ. നമുക്ക് എക്സ്ട്രാ വ്യൂ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനാണെങ്കിൽ ഡോക് വ്യൂ ആഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഡോക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആണ് എനിക്ക് കൂടുതലായിട്ടും വേണ്ടി വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഡോക്യുമെൻറ്റ്, ബിക്കോസ് നോളജ് മാനേജ്മെൻറ്റും ടാസ്ക് മാനേജ്മെൻറ്റും ഇൻ എ സിംഗിൾ പ്ലാറ്റ്ഫോം. സോ ടാസ്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇവിടെ കിട്ടും. നോളജ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് എല്ലാം ഡോക്സിൽ കിട്ടും. പിന്നെ അടുത്തൊരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആണ്. വി ക്യാൻ ഇൻ്റഗ്രേറ്റ് ആൻഡ് ഓട്ടോമേറ്റ്. ആക്ച്വലി ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പം നമ്മൾ വ്യൂ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എംബഡഡ് ഫോംസ് ഉപയോഗിക്കാം, യൂട്യൂബിൽ നിന്ന് എംബഡ് ചെയ്യാം, അങ്ങനെ പല ഇതിൽ നിന്ന് എംബഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഡോക്സിൽ തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മിറോ എന്ന് പറയുന്ന ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്ന ടോപ്പിക്ക് നമ്മൾ വെച്ചു. സോ മിറോയിൽ നിന്നുള്ള മൈൻഡ് മാപ്പ് കൂടി എംബഡ് ചെയ്യിക്കാൻ ഇവിടെ. സോ ഞാൻ ഇപ്പം ട്രൈ ചെയ്യുന്നില്ല. സോ യു ക്യാൻ ട്രൈ. അങ്ങനെ ഒരുപാട് മിറോ മാത്രമല്ല, ഫിഗ്മ, യൂട്യൂബ്, ക്ലൗഡ് ആപ്പ്, അങ്ങനെയുള്ള കുറേ എംബഡഡ് ഫീച്ചേഴ്സും, ഗൂഗിൾ ഡ്രൈവ്, സ്ലൈഡ്സ്, ഷീറ്റ്സ്, അങ്ങനെ അതായത് നിങ്ങളുടെ എല്ലാ നോളജും കൂടെ ഒറ്റ ബാനറിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. നോളജ് ആണെങ്കിൽ ഇപ്പം മീറ്റിംഗ് നോട്ട്സ് കാണും, ബ്രെയിൻ സ്റ്റോമിങ് ഡിസ്കഷൻസ് കാണും, സോ അതർ ഐഡിയാസ് കാണും, റിക്വയർമെൻറ്റ്സ് കാണും, SOPs കാണും. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. ഈവൻ ദ കോഡ് ബ്ലോക്ക് ആൾസോ, ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, യു കുഡ് ട്രൈ. നമ്മൾ നോർമലി ടേബിൾ വ്യൂ, ലിസ്റ്റ് വ്യൂ, ഇമേജസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഗിഫ് ആണെങ്കിൽ കൂടിയും ഇത് ചെയ്യാം. സോ ഇൻ്റഗ്രേഷനിലെ കാര്യത്തിൽ ദാറ്റ് സൈഡ് ആൾസോ ഇറ്റ്സ് ഡൂയിങ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോഷൻ അല്ലെങ്കിൽ അതേപോലെയുള്ള നോഷൻ, റോം റിസർച്ച്, അങ്ങനെ പോലെയുള്ള നോട്ട് ടേക്കിംഗ് നോളജ് മാനേജ്മെൻറ്റ് ആപ്പ് ഇതിനകത്ത് എംബഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഫസ്റ്റ് അവർ എംബഡ് ചെയ്തിരിക്കുന്നത് ടാസ്ക് മാനേജ്മെൻറ്റ് ആണ്. ഫുൾ ടാസ്ക് മാനേജ്മെൻറ്റ് വിത്ത് ഫോൾഡർ, ലിസ്റ്റ്, ഓൾ ദ വ്യൂ. ചിലർക്ക് ട്രെല്ലോ വ്യൂ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് നോർമൽ ലിസ്റ്റ് വ്യൂ ആയിരിക്കും, ചിലർക്ക് കലണ്ടർ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. സോ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഒരു ആപ്പിൽ തന്നെ ഇതാക്കിയിട്ടുണ്ട്. എവറിത്തിങ് ഒരു നട്ഷൽ വ്യൂസ് എല്ലാത്തിൻ്റെയും കൂടെ കിട്ടും. പല രീതിയിലുള്ള മീറ്റിംഗ് നോട്ട്സ് എടുത്തിരിക്കുന്നത്, അപ്പോൾ ഡോക്കും, ലിസ്റ്റ് വ്യൂവും, ടാസ്കും എല്ലാം കൂടെ ഒരൊറ്റ ഇതിൽ നട്ഷലായിട്ട് കിട്ടും. ദിസ് ഈസ് ആൾസോ ഗുഡ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് ഡാഷ്ബോർഡും ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ടോട്ടലി എത്ര വേണം എന്നുള്ളത് നമുക്കൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ആപ്പ്, ഇപ്പോൾ പല ഡാഷ്ബോർഡ്സുകളുണ്ട്. നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ആവശ്യമുള്ള നമ്മുടെ പ്രോജക്റ്റിൽ എന്താണ് ആഡ് ചെയ്തത് അതിന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കതിനെ റിവ്യൂ ചെയ്യാം. സോ ഒരു
ബിസിനസ്സൊക്കെ നോക്കുന്നവർക്ക് ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അല്ല, ഏതാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മെട്രിക്സ് അത് മാത്രം ട്രാക്ക് ചെയ്തിട്ടാൽ മതി. ഇങ്ങനെ ആളുകളുടെ ടൈം കൂടി ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.